ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ നാളത്തെ പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ സച്ചി വളരെയധികം ദേഷ്യപ്പെട്ട് അവരോട് കടിച്ചു കീറുന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. ശ്രുതിയോടും ചന്ദ്രയോടൊക്കെ. നിങ്ങളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം, അവിടെ ഒരു മനുഷ്യ സ്ത്രീ ഇരിക്കുന്നില്ലേ, നിങ്ങളൊക്കെ മനുഷ്യന്മാരാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും ആ റൂമിലില്ല, അവൾക്കൊരു തുള്ളി വെള്ളം കൊണ്ടു കൊടുക്കാൻ അല്ലെങ്കിൽ അവളോട് ഭക്ഷണം വേണമെന്ന് ചോദിക്കാൻ ഇവിടെ ഒന്നും ഒരാൾക്കൊന്നിനും പറ്റില്ല. നീ ഒരു പെണ്ണല്ലടി എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ശ്രുതിയോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രുതിയുടെ തലക്കടിച്ചിട്ടൊക്കെ വെള്ളവും എടുത്തിട്ട് അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവൾക്ക് വെള്ളം കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിലേ നീ എന്തായാലും വയ്യാതിരിക്കില്ല, ഞാൻ നിനക്ക് എന്തെങ്കിലും ഒരു കഷായം ഇട്ട് തരാമെന്ന് പറഞ്ഞ അടുക്കളയിലേക്ക് പോവുകയാണ്. അങ്ങനെ അടുക്കളയിലാണെങ്കിൽ അവനെ എന്താ ചെയ്യേണ്ടത്, എന്താ എവിടെ ഇരിക്കണേന്നൊന്നും അറിയില്ല. അപ്പൊ പുറകെ ആയിട്ട് രേവതി ചെല്ലുന്നുണ്ട്. അതൊക്കെ കാണിച്ചു കൊടുക്കാൻ എന്നാണ് അങ്ങോട്ട് ചെല്ലുമ്പോൾ സച്ചി വഴക്കുണ്ടാക്കുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, നിനക്ക് വയ്യാത്തതില്ല, നീ റൂമിൽ പോയിരുന്നേന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞ് വീണ്ടും റൂമിൽ പോയിരിക്കുകയാണ്. അതിനുശേഷം സച്ചി തൻ്റെ കൂട്ടുകാരനെ വിളിച്ച് ചോദിച്ചിട്ട് വയ്യാതിരിക്കുമ്പോൾ മേലുവേദനയ്ക്കൊക്കെ ഒരു എന്നിട്ട് കഷായം ഉണ്ടാക്കണ്ടേന്നൊക്കെ ചോദിച്ചിട്ട് കൂട്ടുകാരിൽ നിന്നും അറിഞ്ഞതിന് ശേഷം ഒരു കഷായമൊക്കെ ഉണ്ടാക്കി രേവതിക്ക് കൊണ്ടു കൊടുക്കുകയാണ് സച്ചി. അങ്ങനെ ആ കഷായം കുടിച്ച ഉടനെ തന്നെ രേവതി പോയി ഛർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്ത് പറ്റി രേവതി, നിനക്ക് ഈ കഷായം ഇഷ്ടമായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് രാവിലെ ഒന്നും ഭക്ഷണം കഴിച്ചില്ല, അതുകൊണ്ടായിരിക്കാം, മറ്റേ വയറ്റിൽ ഇത് കഴിച്ചത് കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചതെന്ന് രേവതി പറയുമ്പോൾ, ഓ അത് ഞാൻ ഓർത്തില്ല, നീ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലേ, എന്നാ നീ ഒരു കാര്യം ചെയ്യേ, കഷായയുടെ ബാലൻസ് അവിടെ ഇരിക്കട്ടെ, ഞാൻ നിനക്ക് ഭക്ഷണം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവർ ഡൈനിങ് ടേബിളിൽ അവരിയ്ക്കുന്നിടത്ത് പോയിട്ട് ഒരു പാത്രത്തിൽ ഭക്ഷണം എടുത്ത് കറിയൊക്കെ എടുത്തിട്ട് നേരെ അവൾക്ക് കൊണ്ടു കൊടുക്കുകയാണ്. അങ്ങനെ അവൾ കൈ കഴുകാൻ പോവാന്നിങ്ങനെ നിൽക്കുമ്പോൾ, വേണ്ട നീ അവിടെ ഇരിക്കും, ഞാൻ വാരിത്തരാമെന്ന് പറഞ്ഞിട്ട് അവളുടെ വായിൽ ഇങ്ങനെ ഒരു ഉരുളകളായി വെച്ച് കൊടുക്കുകയും അങ്ങനെ അവൾ അത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒക്കെ രേവതിയുടെ കണ്ണിൽ ഇങ്ങനെ നല്ല സ്നേഹം, തന്നോട് ഇത്രയും കെയറുണ്ടല്ലോ എന്നുള്ള രീതിയിൽ സച്ചിയെ തന്നെ നോക്കി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം രേവതി സച്ചിയോട് ഇങ്ങനെ കണ്ണിൽ നോക്കി നിൽക്കാണ്. അപ്പോൾ ഇത്രയധികം തന്നെ സ്നേഹിക്കുന്ന സച്ചി അവൾക്ക് പെട്ടെന്ന് അവളുടെ ഒരു നിയന്ത്രണം വിട്ടിട്ട് സച്ചി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സച്ചി ആദ്യം ഒന്ന് അന്തം വിട്ടിങ്ങനെ നിൽക്കാണ്, രണ്ട് കൈ അവളെ ദേഹത്ത് വെക്കാതെ ഇങ്ങനെ പൊന്തിച്ചിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അതിനുശേഷം ആ കൈ വീണ്ടും അവളെ ദേഹത്ത് ഇങ്ങനെ തൊടുന്നുണ്ട്, അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. പെട്ടെന്നായിരിക്കും രേവതിക്ക് ഒരു ഉൾവിളി എന്ന പോലെ, അയ്യോ താൻ എന്തായി ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അവളിങ്ങനെ മാറി നിൽക്കുകയാണ്. ഒരു നാണത്തോടു കൂടി തന്നെ ആ കെട്ടിപ്പിടുത്തത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് രേവതി. അപ്പോൾ സച്ചി ഓടിച്ചെന്ന് അവളെ വീണ്ടും കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഓടിച്ചെന്നല്ല, മാറാന്നിങ്ങനെ ശ്രമിക്കുമ്പോൾ അവളെ മുറുക്കി കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയും ആ രാത്രി അവരുടെ ഫസ്റ്റ് നൈറ്റ് കഴിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ വലിയ സന്തോഷത്തിൽ തന്നെയാണ് രേവതി അതിരാവിലെ തന്നെ എഴുന്നേറ്റ് വരുന്നത്. കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ആ സമയത്ത് ചന്ദ്രയ്ക്ക് ഇവർ തമ്മിൽ എന്തോ നടന്നിട്ടുണ്ടെന്നൊക്കെ ചന്ദ്രയ്ക്ക് സംശയം തോന്നുകയും അതുപോലെ തന്നെ ഇത്തിരി നേരം വൈകിട്ടാണ് രേവതി എഴുന്നേൽക്കുന്നത്. അപ്പം നീ എന്തെത്ര നേരം വൈകി എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര അങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞാലും രേവതി വലിയ സന്തോഷത്തിലാണ്, ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ പരസ്പരം എന്തൊക്കെയോ ഇങ്ങനെ ഒരു പരസ്പര ബന്ധമില്ലാതെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഭാഗമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലൊക്കെ കാണാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.